شهر رمضان الذي أنزل فيه القرآن. الحمد لله وصلى الله وسلم على نبينا محمد وعلى آله وصحابته أجمعين أما بعد. പ്രിയമുള്ളവരെ, അബൂ അബ്ദുല്ല ജാബിർ ഇബ്നു അബ്ദുല്ല അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന നബിവചനത്തിൽ ഇങ്ങനെ കാണാം: ഒരിക്കൽ ഞാൻ അന്ന റജുലൻ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബിയോട് വന്ന് ചോദിക്കുകയാണ്: അറഅയ്ത ഇദാ സ്വല്ലൈതൽ മക്തൂബാത്ത് വസുംതു റമളാൻ വഅഹ്ലൽതുൽ ഹലാൽ വഹറംതുൽ ഹറാം വലം അസിദ് അലാ ദാലിക ഷൈഅൻ അഅദ്ഖുലുൽ ജന്ന. നബിയെ, ഞാൻ 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ നിസ്കരിക്കുന്നു. നോമ്പുകാലത്ത് ഞാൻ റമളാനിൽ നോമ്പെടുക്കുന്നു. ഹലാലായതിനെയെല്ലാം ഞാൻ ഹലാലായി കാണുന്നു, ഹലാലായി സ്വീകരിക്കുന്നു. ഹറാമായ കാര്യങ്ങൾ ഞാൻ ഹറാമായി കാണുന്നു. വലം അസിദ് അലാ ദാലിക ഷൈഅൻ, അതിനപ്പുറത്തേക്കൊന്നും ഞാൻ വർദ്ധിപ്പിക്കുന്നില്ല. അദ്ഖുലുൽ ജന്ന, ഇതാണ് ചോദ്യം. ഏറ്റവും അടിസ്ഥാനപരമായ ഈ കാര്യങ്ങൾ ഞാൻ ചെയ്താൽ, ഞാൻ നിസ്കരിക്കുന്നു ഏറ്റവും നിർബന്ധമായ 5 നമസ്കാരങ്ങൾ, ഞാൻ നോമ്പുകാലത്ത് നോമ്പെടുക്കുന്നു, ഹലാലും ഹറാമും ഞാൻ കറക്റ്റ് പാലിക്കുന്നു, ഈ അടിസ്ഥാന കാര്യങ്ങൾ ഞാൻ ചെയ്താൽ അദ്ഖുലുൽ ജന്ന, അതുവഴി എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമോ? ധാരാളക്കണക്കിന് നവാഫിലുകളായ സുന്നത്തുകളായ മറ്റു കർമ്മങ്ങളുണ്ട്, അവയിലേക്കൊന്നും ഞാൻ പോകാതെ ഏറ്റവും ബേസിക്കായ കാര്യത്തിൽ മാത്രം നിലനിന്നാൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? നബി അദ്ദേഹത്തോട് പറഞ്ഞത് ഖാല നഅം, അതെ, താങ്കൾ സ്വർഗാവകാശിയാണ്. ഇത് നമുക്ക് നൽകുന്ന, ഈ ഹദീസ് നമുക്ക് നൽകുന്ന ഒരു പാഠം, ഇസ്ലാം ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് തളർന്ന് ക്ഷീണിക്കുക, അല്ലെങ്കിൽ നമുക്ക് സാധ്യമാകാത്തതിനപ്പുറത്തേക്ക് നമ്മളെ പ്രേരിപ്പിക്കുക എന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു വ്യക്തിയോടും നിർദ്ദേശിച്ചിട്ടുള്ള കാര്യം. മറിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നാം ജീവിതത്തിൽ മുറപ്രകാരം നിർവഹിക്കുകയും അതിൽ ഒരു തുടർച്ചയുണ്ടാവുകയും ഒരു മുദാവമത്ത്, ഒരു കൃത്യതയും ഒരു കൺസിസ്റ്റൻസി എല്ലാ ദിവസവും ഒരു സ്ഥിരതയോടുകൂടി നിർവഹിക്കുകയും ചെയ്യുകയും ആ അടിസ്ഥാനങ്ങളിൽ നിന്ന് തെറ്റാതെ മുന്നോട്ട് പോവുകയും ചെയ്താൽ തന്നെ ഇസ്ലാം അതാണ് ഒരു വിശ്വാസിയിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. പിന്നെ അതിന് അനുബന്ധമായി ചേർത്തു കൊടുക്കാവുന്ന കാര്യങ്ങളാണ് അയാൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സുന്നത്തായ കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ. അതെത്രമാത്രം ചെയ്യുന്നോ, സ്വർഗത്തിനെ കുറിച്ച് പറയുന്ന പദവികളുണ്ടല്ലോ, സ്വർഗത്തിലെ പദവികൾ അയാൾക്ക് ഉയർത്തപ്പെടും, സ്വർഗത്തിലെ സൗകര്യങ്ങൾ അയാളെ സംബന്ധിച്ച് കൂടുതൽ അനുഭവിക്കാൻ സാധിക്കും, കൂടുതൽ ഔന്നത്യങ്ങളിലേക്ക് അയാൾ എത്തും. അവർ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ ആധുനിക കാലത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യരോടും മുസ്ലിം എന്ന നിലക്ക്, ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഏറ്റവും ബേസിക്കായ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്താൽ തന്നെ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും, നമ്മളെ പരിഗണിക്കും, അള്ളാഹുവിൻ്റെ ഒരു കാവല് നമുക്ക് കിട്ടും. അള്ളാഹു നമ്മളങ്ങനെ കൈയൊഴിയാനല്ല ഈ മതം നിരന്തരം നമ്മളോട് പറയുന്നത്, മറിച്ച് അവൻ്റെ കാവല് കിട്ടും, അവൻ നമ്മളെ പരിഗണിക്കും, അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാക്കി നമ്മളെ ചേർക്കുക തന്നെ ചെയ്യും, സ്വർഗത്തിലൊരിടം നമുക്ക് കിട്ടും. ആ അടിസ്ഥാനത്തിൽ നിന്ന് പോലും നമ്മൾ പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വലിയ സന്തോഷവാർത്ത നൽകുന്ന, ഏതൊരു വ്യക്തിക്കും സ്വർഗത്തിലൊരിടം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ഒരു സാഹചര്യമാണ് അള്ളാഹുവിൻ റസൂൽ ഈ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതൊരു പോസിറ്റീവായി, ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുകയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.